ഇപ്പോൾ കുട്ടനാട് DCC വൈസ് പ്രസിഡന്റ് സജി ജോസഫ് മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. അതെന്തുകൊണ്ടാണ് അദ്ദേഹം ആയെന്ന് എല്ലാം അറിയാം. അതുപോലെ തന്നെ UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു, അതിനെക്കുറിച്ച് അറിയാമല്ലോ കൃത്യമായിട്ട്. അപ്പോൾ കുട്ടനാട്ടിലെ ജനങ്ങൾ കഴിഞ്ഞ കാലങ്ങളിലെ തെറ്റ് തിരുത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ഏപ്രിൽ 9 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തോട് തന്നെ എന്നെ വിജയിപ്പിക്കും. കാരണം ഞാൻ അവരുടെ ഒരു പ്രതിനിധിയാണ്, കുട്ടനാട്ടിലെ പാവപ്പെട്ട ജനങ്ങളുടെ പ്രതിനിധിയാണ്. തീർച്ചയായും. കാരണം ഞങ്ങളിപ്പോൾ തന്നെ രാജിക്കത്ത് കൊടുക്കും. കാരണം നമുക്ക് എപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, ജനിച്ച അന്ന് മുതൽ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. നമ്മൾ അതിൽ നിന്ന് എടുക്കുമ്പോഴത്തേക്ക് ഇന്ന് തന്നെ രാജിക്കത്ത് കൊടുക്കും. സ്വാഭാവികമായിട്ടും പുറത്താക്കുമല്ലോ. നിരവധി ആളുകളുണ്ടാവും. ഇപ്പോൾ വേദിയിൽ തന്നെ ഉണ്ടല്ലോ, ബാക്കിയുള്ള എല്ലാ മണ്ഡലങ്ങളിലും ഉണ്ടാവും. ചില ആളുകൾക്ക് പറയുന്ന പല പല പരിമിതികൾ കാണും, പക്ഷെ അവരെല്ലാവരും ഉണ്ടാവും. കുട്ടനാട്ടിലെ ജനങ്ങൾ ഒന്നടങ്കം എന്നോടൊപ്പം ഉണ്ടാവും. ഒരു സാധ്യതയില്ല. ഇല്ല, ഒരാളും സംസാരിച്ചിട്ടില്ല. അങ്ങനെ ആരും നേതാക്കന്മാർ ഞാൻ പറഞ്ഞല്ലോ, നേതാക്കന്മാർ ചതിച്ചെന്നോ പ്രസ്ഥാനം ചതിച്ചെന്നോ ഒന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം നമ്മളതിൽ വിശ്വസിച്ചിരിക്കുന്ന പ്രസ്ഥാനമാണ്, നമ്മൾ ജനിച്ച അന്ന് മുതൽ കണ്ടിരിക്കുന്ന പ്രസ്ഥാനമാണ്. ഞാൻ പറയാനുള്ള കാര്യങ്ങളെല്ലാം മുഴുവൻ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്കത് നമുക്കറിയാമല്ലോ, രണ്ട് വലിയ സാമ്പത്തിക ശക്തികൾക്കെതിരെയുള്ള പ്രചരണമാണ്. സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടുണ്ട്. അറിയാമല്ലോ നിങ്ങൾക്ക്. ഇപ്പം തന്നെ സജി ജോസഫ് നേരത്തെ തൊട്ടുമുമ്പ് പൊട്ടിക്കരയായിരുന്നു. ആ മണ്ഡലം കോൺഗ്രസ് എന്നൊക്കെ പറഞ്ഞ് വൈകാരികമായി സംസാരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഒരു വികാരം യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നുള്ള സത്യമാണ്. അപ്പോൾ അത് അനിൽ ബോസ് അടക്കമുള്ളവർ അക്കാര്യം തുറന്നു പറഞ്ഞതുമാണ്. പക്ഷേ അത് വീണ്ടും കോൺഗ്രസിന് കിട്ടാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് അവിടുത്തെ നേതാവ്, അദ്ദേഹം കുട്ടനാട് DCCയുടെ വൈസ് പ്രസിഡന്റാണ്, സജി ജോസഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത്. ഇനിയും എവിടെയൊക്കെ കുട്ടരാജ് ഉണ്ടാകുമെന്ന കാര്യം നമുക്ക് കാത്തിരുന്ന് കാണണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.